ഗാസ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഹമാസും തമ്മിൽ ചർച്ച നടത്തിയിരിക്കുന്ന ഒരു ചരിത്രപരമായിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഈജിപ്തിലെ കെയ്റോയിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം ഖത്തറിൻ്റെയും തുർക്കിയുടെയും ഈജിപ്തിൻ്റെയും നേതൃത്വത്തിൽ അമേരിക്കയും അതോടൊപ്പം തന്നെ ഹമാസും ചേർന്നുകൊണ്ട് ഒരു വിശാലമായിരിക്കുന്ന ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടത്തിയത്. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ഇസ്രായേലും ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക ഇസ്രായേലുമായിട്ട് ചർച്ച നടത്തുന്ന പ്രവൃത്തി കാര്യങ്ങൾ ഒന്നുമില്ല. നെതന്യാഹുവും ട്രംപും ഏറെക്കുറെ ഉടക്കി പിരിഞ്ഞിരിക്കുന്നൊരു സ്ഥിതിയാണ്. അമേരിക്ക അതിൻ്റെ കൃത്യമായിരിക്കുന്ന നിലപാടുകൾ പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ നിലപാടിനോട് യോജിച്ചുള്ള ഒരു സമീപനം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ലെങ്കിൽ ഒരു പക്ഷേ വേർപിരിയാനുള്ള സാധ്യത പോലും വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. വർഷാന്തം ദശലക്ഷക്കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങളാണ് അമേരിക്ക ഇസ്രായേൽ നൽകുന്നത്. അത് നിർത്തിയാൽ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല. കാര്യം ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ. അവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന അമേരിക്കയുടെ പിന്തുണ ഉള്ളത് കൊണ്ടാണ് അവർ പ്രതലത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അമേരിക്ക കൈവിടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. ഇപ്പോഴത്തെ നിലവിലെ റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്: 8 മുസ്ലിം രാജ്യങ്ങൾ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞുകൊണ്ട് പാലസ്തീൻ്റെ സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായി സ്വീകരിക്കേണ്ട നിലപാടും അമേരിക്ക മൗനം പാലിക്കാതെ കൃത്യതയോടുകൂടി ഈ നിലപാട് പറഞ്ഞുകൊണ്ട് പാലസ്തീൻ്റെ അല്ലെങ്കിൽ ഗസയുടെ പ്രദേശത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറ്റില്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങളുമായി ഏറെക്കൂടെ ഉടക്കി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിം രാജ്യങ്ങളുമായിട്ട് ഉടക്കുന്ന സമയത്ത് നിലനിൽപ്പിന് അത് സാരമായിട്ട് ബാധിക്കുമെന്ന് ട്രംപിന് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഹമാസുമായിട്ട് അമേരിക്ക ചർച്ച നടത്തി എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല, വളരെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. 2-3 പ്രാവശ്യം ഇത്തരം ചർച്ചകൾ അമേരിക്ക നേരിട്ട് കൊണ്ട് ഹമാസുമായി നടത്തിയിട്ടുണ്ട്. അത് ഒന്ന് ഇസ്രായേലിലെ ബന്ദികളുടെ മോചനം, ഹമാസിൻ്റെ കൈവശത്തിലുണ്ടായിരുന്ന ബന്ദികളുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഹമാസുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് സങ്കീർണമായിരിക്കുന്ന വിഷയം ഉണ്ടായപ്പോൾ അവിടെ ഈ ഈജിപ്തിലെ ഖത്തറിൽ വെച്ച് ദോഹയിൽ വെച്ച് നടത്തിയിരിക്കുന്ന ചർച്ചയിലും അമേരിക്കയുടെ ആളുകളും ഹമാസിൻ്റെ ആളുകളും യോജിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംയുക്തമായ രീതിയിലുള്ള ഒരു ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ നടന്നിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഹമാസിൻ്റെ നേതാക്കളൊക്കെ കൊലപ്പെടുത്തുന്നത്, ആ രീതിയിലുള്ള കഠിനമായിരിക്കുന്ന യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് അമേരിക്കയും ഹമാസും അകന്നുപോയി, പിന്നെ ചർച്ചാ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈജിപ്തിൽ ചേർന്നിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചു ചേർത്ത മീറ്റിങ്ങിലേക്ക് അമേരിക്ക എത്തി. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി എത്തി എന്ന റിപ്പോർട്ടും അതേപോലെ തന്നെ അമേരിക്കയുടെ ഈ ട്രംപിൻ്റെ മരുമകനായിരിക്കുന്ന കുഷ്നർ എത്തി എന്ന റിപ്പോർട്ടും പുറത്ത് വന്നു. അതോടൊപ്പം ഹമാസിൻ്റെ നേതാക്കളുണ്ടായിരുന്നു, അവരുമായിട്ട് നേരിട്ട് ചർച്ച നടത്തി എന്നാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ടോണി ബ്ലെയറാണ് ഇപ്പോൾ ഗസയുടെ സമാധാന ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ അധികാരിയായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയമിച്ചത്. ടോണി ബ്ലെയർ എന്ന് പറഞ്ഞാൽ മുൻപ് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു, അയാൾക്കാണ് ഇപ്പോൾ ചുമതല. ഇദ്ദേഹം ആ മീറ്റിങ്ങിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു, പക്ഷേ അത് സ്ഥിരീകരിച്ച റിപ്പോർട്ടല്ല. അദ്ദേഹം എത്തിയതായിരിക്കുന്ന വിവരങ്ങൾ പറയുന്നില്ല. പ്രാദേശിക തലത്തിൽ അത് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഗസയിലെ സൈനിക നടപടി പൂർണ്ണമായിട്ട് നിർത്തിവെക്കണമെന്ന് ട്രംപ് പറഞ്ഞതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ പ്രകോപിപ്പിച്ചത്. അത് പറയേണ്ട സമയമായിട്ടില്ലെന്നും അത് തങ്ങളോട് കൂടി ആലോചിച്ചാണ് പറയേണ്ടത് എന്നുള്ളതുമാണ് നെതന്യാഹുവിൻ്റെ അഭിപ്രായം. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നെതന്യാഹുമായിട്ട് കൂടി ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിക്കേണ്ട വിഷയമൊന്നുമല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കൈവിട്ടു പോകുന്നൊരു സ്ഥിതിയാണ്. അമേരിക്കയുടെ കൈവശത്തിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം അറബ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുറിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നീട് അത് കൂട്ടി യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അത് സാമ്പത്തിക രംഗത്ത്, പ്രതിരോധ രംഗത്ത്, കറൻസി രംഗത്തൊക്കെ അത് സാരമായിട്ട് ബാധിക്കും. തങ്ങളുടെ രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം ഉയർത്തുന്നതിൽ പോലും അറേബ്യൻ രാജ്യങ്ങൾ വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ്. അവരുടെ പെട്രോളിയം വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് നടത്തുന്ന വിനിമയം, കറൻസി വിനിമയം ഡോളറിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഡോളർ എന്ന് പറയുന്ന കറൻസിയുടെ മൂല്യം വളരെ കൂടാനുള്ള കാരണം. അതിൽ നിന്ന് പിന്മാറി ഇറാൻ്റെ നയത്തിലൂടെയാണ് വരുന്നതെങ്കിൽ ഇറാൻ പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ പ്രാദേശിക കറൻസിയിൽ വിനിമയം നടത്തണം, അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഘട്ടം ചെയ്യേണ്ടത്
ഈ ചൈനയുടെ യുവാങ് എന്ന് പറയുന്ന കറൻസിയിൽ നടത്തണം, അതുമല്ലെങ്കിൽ യൂറോപ്യൻ കറൻസി നടത്തണം. അതല്ലാതെ ഒരിക്കൽ പോലും ഡോളർ കറൻസിയിൽ വിനിമയം നടത്തരുത് എന്ന് പറഞ്ഞത് വലിയ തിരിച്ചടി അമേരിക്കക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം. 8 രാജ്യങ്ങളാണ് ഇപ്പോൾ ഈജിപ്തിലെ കൈറോയിൽ വെച്ച് ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അമേരിക്കയോട് ആവശ്യപ്പെട്ടത്. അതിൽ നമുക്ക് നോക്കാം: ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, സൗദി അറേബ്യ, UAE, ഈജിപ്ത്, ജോർദാൻ, തുർക്കി, ഖത്തർ. ഈ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളും ഈ പറയപ്പെട്ട രാജ്യങ്ങൾ ഇപ്പോൾ ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, സൗദി, UAE, ഈജിപ്ത്, ജോർദാൻ, തുർക്കി, ഖത്തർ. ഈ പറയപ്പെട്ട രാജ്യങ്ങൾ അപ്പാടെ അമേരിക്കയുമായിട്ട് നയതന്ത്ര ബന്ധവും സൗഹൃദ ബന്ധവുമുള്ള രാജ്യമാണ്. എല്ലാ കാലത്തും അമേരിക്കയെ പിന്തുണക്കുന്ന രാജ്യവുമാണ്. ഇതിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, പിന്നീട് UAE, ഈജിപ്ത്, ജോർദാൻ, തുർക്കി, ഖത്തർ, സൗദി അറേബ്യ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും അമേരിക്കയ്ക്ക് സൈനിക ബേസ് ഉണ്ട്. സൗദി അറേബ്യയിൽ ഇത് വാടക ബേസാണ്. ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം എന്തുണ്ട്? അമേരിക്ക 4, 6, 8 രാജ്യങ്ങൾ 7 രാജ്യത്തും അമേരിക്കയ്ക്ക് സൈനിക ബേസുണ്ട്, സൗദി അറേബ്യയിൽ വാടക ബേസുണ്ട്. എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള ബന്ധമുണ്ട് എന്ന് ചുരുക്കം. ഈ രാജ്യങ്ങൾ സംയുക്തമായി ചേർന്നുകൊണ്ട് നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിനനുസരിച്ച് നീങ്ങിയിട്ടില്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകുന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയതോടുകൂടി ട്രംപ് അയവ് വന്നു. ട്രംപ് നിലപാട് പറഞ്ഞു. ഈ ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ തീരുമാനം എടുക്കാൻ വേണ്ടി പോവുകയാണ്, ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് 15 നിർദ്ദേശങ്ങൾ ട്രംപ് മുന്നോട്ട് വെച്ചു. അപ്പോൾ ആ നിർദ്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു ചട്ടക്കൂട് ഉണ്ടാക്കണം. ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു ചട്ടക്കൂട് നിർബന്ധമാണ്. വെടിനിർത്തൽ പൂർണ്ണമായിരിക്കണം. ഇനിയൊരു യുദ്ധം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല. നിരായുധീകരണം വേണം. നിരായുധീകരണം എന്ന് പറഞ്ഞാൽ ഈ ഹമാസിൻ്റെ നിരായുധീകരണം, അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ പിന്മാറ്റവും. ഈ 2 വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നിരായുധീകരിക്കണമെങ്കിൽ ഇസ്രായേൽ പൂർണ്ണമായിട്ട് പിൻവലിക്കണമെന്ന് ഹമാസ് പറയുന്നു. ഇസ്രായേൽ പറയുന്നത് പൂർണ്ണമായ രീതിയിൽ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തങ്ങൾ രാജ്യം വിട്ടു പോവുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് അന്താരാഷ്ട്ര സേന നിയമിക്കുക, മാനുഷികപരമായിരിക്കുന്ന സഹായങ്ങൾ, പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ, ഈജിപ്തിൽ അടിഞ്ഞുകൂടി കടിക്കുന്ന വാഹനങ്ങൾ പൂർണ്ണമായ രീതിയിൽ പ്രവേശിക്കാനുള്ള അനുമതിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഏകദേശം 15ഓളം നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. ഇത് പക്ഷേ ഇസ്രായേൽ ഇത് അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾ സ്വതന്ത്രമായിരിക്കുന്ന രാജ്യമാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിരിക്കുന്ന നിലപാടുണ്ട്, ഞങ്ങളുടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ അമേരിക്ക ഇടപെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉടക്കിയിട്ടുണ്ട്. അത് ഉടക്കിയതൊന്നും യഥാർത്ഥത്തിൽ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർചലനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉടക്കലല്ല. കാര്യം അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേൽ ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. ഗസയുടെ ഭരണാധികാരം ഫലസ്തീൻ ടെക്നോക്രാറ്റിക്കിനെ ഏൽപ്പിക്കണം എന്നുള്ള സംവിധാനത്തിലേക്ക് നിലപാട് മാറ്റിയിട്ടുണ്ട്. ടെക്നോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഹമാസ് മുന്നോട്ട് വെക്കുന്നത് ഹമാസ് അല്ലാത്ത പാലസ്തീനിലെ ഗസയിലുള്ള ആര് ഭരണം നടത്തുന്നതിന് ഞങ്ങൾക്ക് വിരോധമല്ല. ഹമാസ് വേണ്ട, ഹമാസ് മാറി നിൽക്കാം, മറ്റുള്ളവർ. എന്നാൽ അറേബ്യൻ അതിൻ്റെ നേതൃത്വ പങ്കാളിത്തം, അത് നേതൃത്വമാണ് പറയുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഭരണ സംവിധാനം വരികയാണെങ്കിൽ എല്ലാ രാജ്യത്തിലെ അറേബ്യൻ രാജ്യങ്ങളിലെ സൈനികർ ഇവിടേക്ക് വരുന്നതുകൊണ്ട് നമ്മൾ വിരോധമൊന്നുമില്ല. നേതൃസ്ഥാനത്ത് ഗസക്കാരായിരിക്കണം. അപ്പോൾ ഗസ എന്ന് പറയുന്നത് അതിലെ ഏകദേശം 85-90% ഹമാസിനെ പിന്തുണക്കുന്ന ആണ് എന്നതിനാൽ പേര് മാത്രം മാറും. പക്ഷേ ഹമാസിൻ്റെ ഭരണം തന്നെ അവിടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ വരുമോ എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു. അങ്ങനെ വരികയാണെങ്കിലോ ഈ പറയപ്പെട്ട ഏകദേശം ഇപ്പോൾ ഗസയുടെ 60% ഭാഗങ്ങളിലും ഇസ്രായേലിൻ്റെ സൈന്യമുണ്ട്. അതവർ സജീവമാണ്. അപ്പോൾ ഈ മേഖല സ്വതന്ത്രമായ രീതി ആകെ തന്നെ 23 കിലോമീറ്ററാണ് അതിൻ്റെ നീളവും വീതിയൊക്കെ കണക്കാക്കുന്നത്. അപ്പോൾ ഇടിഞ്ഞൊരു പ്രദേശത്താണ് വലിയ രീതിയിലുള്ള ജനസംഖ്യ ഉണ്ട്. ആ ജനസംഖ്യക്കിടയിൽ ജീവിക്കുന്ന 23 അതിൻ്റെ കിലോമീറ്റർ അളവ് നോക്കുന്ന സമയത്ത് 40ൻ്റെ മേലെയാണ് കിലോമീറ്റർ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ദൂരം നമുക്ക് നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ തരത്തിൽ അത് ചെറിയൊരു പ്രദേശമാണ്. ഈ പ്രദേശത്തിൻ്റെ 60% ഈ ഇസ്രായേലിൻ്റെ കൈവശത്തിലാവുന്ന സമയത്ത് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം ഗസയിലെ പാലസ്തീനികൾക്കുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ നെതന്യാഹുവിൻ്റെ എതിർപ്പ് ഞങ്ങളത് പ്രശ്നമാക്കുന്നില്ല എന്ന് ട്രംപ് പറയുന്നു. തങ്ങളുടെ അനുമതിയോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ ഇത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത് നെതന്യാഹു പറഞ്ഞു. ഏതായിരുന്നാലും അമേരിക്കയും ഹമാസും തമ്മിൽ നേരിട്ട് കൊണ്ട് ഈജിപ്തിലെ കൈറോയിൽ വെച്ച് നടത്തിയിരിക്കുന്ന ചർച്ച അങ്ങനെ ഒഴിഞ്ഞു മാറുന്നൊരു ചർച്ചയായിട്ട്
പറയാൻ വേണ്ടി സാധിക്കുകയില്ല. കാര്യം നമ്മൾ ഈ പറയപ്പെട്ട 8ഓളം രാജ്യങ്ങൾ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ നിലപാടുകളോടും സമീപനത്തോടും തങ്ങൾക്ക് യോജിപ്പൊന്നുമില്ല, വിയോജിപ്പുള്ളത് തങ്ങൾ വിയോജിപ്പുണ്ട് എന്ന് തന്നെ പറയും. അതിനാൽ ഇത് വളരെ അടിയന്തരമായ രീതിയിൽ മാറ്റം വരുത്തേണ്ടതാണ്. ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ അടിയന്തരമായിരിക്കുന്ന നടപടി സ്വീകരിക്കണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അഥവാ അമേരിക്കയിൽ നിന്ന് അറേബ്യൻ രാജ്യങ്ങൾ അകന്നകന്ന് പോകുന്നതിൻ്റെ വലിയ രീതിയിലുള്ള ഉദാഹരണമായിട്ട് ഇപ്പോഴത്തെ ഈ വിഷയം കാണാൻ വേണ്ടി സാധിക്കും എന്നുകൂടി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.